എടിടി മരപ്പോത്തെ, നിന്റെ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ കാര്യം പറ. ഞാൻ വീട്ടിലില്ല. ആ സെയിം പിച്ചി, ഞാനും വീട്ടിലില്ല. അതെനിക്കറിയാം, അതാണ് ഞാൻ വിജേഷിനെ വിളിച്ചത്. വിജേഷോ? നീ ചേട്ടായി ഇത്ര നാളും വിളിച്ചോണ്ടിരുന്നത്? പെട്ടെന്ന് ഒരു പുതിയ വിളി. പക്ഷെ വിജേഷിന്റെ വിളി ഒരു മാറ്റമില്ലല്ലോ, എന്നും മരപ്പോത്തെന്നല്ല വിളിക്കുന്നത്. എന്താടി നീ ഫേസ്ബുക്കിലുള്ള ഫെമിനിസ്റ്റിന്റെ വീഡിയോ കണ്ടാ? എന്താണ് നീ പിന്നോടി? ഞാൻ നല്ല തിരക്കിലാണ്. അവിടെ നിൽക്കണം മരപ്പെട്ടി. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുതട്ടാ. ഞാനിവിടെ ഒരു ഓട്ടം വന്നിരിക്കുന്നു. നീ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. നിനക്ക് പറയാനുള്ളത് നീ വീട്ടിൽ വരുമ്പോ പറഞ്ഞാൽ മതി. അത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഇനി ഞാൻ നിന്റെ വീട്ടിലേക്കില്ല. ഓക്കെ, ഗുഡ് ബൈ. ഹലോ ഹലോ ഹലോ, ഇവക്കെന്താണ് വട്ടായ? ഹലോ, എന്തുപറ്റി? തിരക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എടി നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തൊക്കെയാണ് പറയണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ മരപ്പെട്ടി, ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല. നീ എന്നെ അന്വേഷിച്ചു വരണ്ട. ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്. പുതിയ ജീവിതം? എവിടെ? ആരുടെ കൂടെ? ഒരു തിരക്കുമില്ലാതെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ കൂടെ. എടാ, ഞാൻ ഈ ബസ് സ്റ്റോപ്പിലുണ്ട്. നീ എവിടെ? ഞാനും ബസ് സ്റ്റോപ്പിൽ ഉണ്ട്. ബസ് സ്റ്റോപ്പിലോ? എവിടെ? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. ഹലോ ഹലോ, അരുൺ? അതെ, ആരാണ്? രേഷ്മയാണ്. നീയാ? എടി എന്റെ നമ്പർ എവിടെ നിട്ടി? നിന്റെ നമ്പർ സംഘടിപ്പിച്ചു. നീ ഇത് എവിടെ നിന്നാണ്? ഞാനിപ്പോ നാട്ടിലുണ്ട്. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? ക്ലാസ് കണ്ട് നിന്നെ പറ്റി മാത്രമുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നത്. ബാക്കി എല്ലാവരോടും കോണ്ടാക്ട്സ് ഉണ്ട്, മിക്കവരും ഗ്രൂപ്പിലുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു നീ ബാംഗ്ലൂർ എവിടെയാണ്. കുറച്ച് നാൾ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും ഫേസ് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ അത് ശീലമായി. അതൊക്കെ പോട്ടെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എന്ത് വിശേഷം? അങ്ങനെ പോണ്ടി. സാജുവിനെ കാണാറുണ്ടോടാ? വല്ലപ്പോഴും. പക്ഷെ പണ്ടത്തെ കമ്പനിയൊന്നുമില്ലടി. അവന്റെ നമ്പർ ഉണ്ടോ? എനിക്ക് അവനൊന്ന് കാണണം. ഓ, അപ്പൊ അതാണ് നമ്മൾ വിളിക്കാൻ കാര്യം. നമ്പർ എന്തെങ്കിലും ഉണ്ട്, ഞാൻ സെൻഡ് ചെയ്തേക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ക്ലാസ് കഴിഞ്ഞ് നീ ഒന്നും പറയാതെ പോയില്ലേ, അതവന് വലിയ ഷോക്കായിരുന്നു. കുറച്ചാൾക്ക് നിന്നെ അവൻ അന്വേഷിച്ചു. പിന്നെ അവനിപ്പോ പണ്ടത്തെ സാഹചര്യമൊന്നുമല്ല, പക്കാ കൊട്ടേഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു റിലേറ്റീവിനെ ആ റോഡിലിട്ട് അവൻ തല്ലി. എന്തായാലും എനിക്ക് അവനൊന്ന് കാണണം. നീയാകെ മാറിപ്പോയി. 8 വർഷമായില്ലേ? ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. നിന്റെ കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ വീട്ടിലാക്കി പ്രശ്നമായി. അവരെന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് മാറ്റി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ പോട്ടെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ലൈഫ് എങ്ങനെ പോണു? ലൈഫ് 8 വർഷം. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രണയം. ഇതുവരെ കാണാത്ത ഒരാളോട് ഇൻസ്റ്റഗ്രാമിൽ. അയാളെ കാണാനാണെന്ന് വന്നത്. വന്ന് കണ്ടപ്പോൾ അയാൾക്ക് എന്നെ വേണ്ട. അതാണ് ലൈഫ്. അയാളെന്ത് പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല, ഒന്ന് സംസാരിക്കാൻ കൂടി നിന്നില്ല. എനിക്ക് അവനിട്ട് ഒരെണ്ണം കൊടുക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഓ, അപ്പോൾ പഴയ കൂട്ടുകാരനെ അന്വേഷിച്ചു വന്നതല്ല, കൊട്ടേഷനാണ്. ഓക്കെ, ഇടിക്കാം. ഇടിച്ചവനെ മഴവില്ല് പോലെയാക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കൂലി. നിനക്ക് എൻ്റെ പിള്ളേരുടെ അച്ഛനാവാൻ പറ്റുമോ? എൻ്റെ പിള്ളേരുടെ അച്ഛനാവാൻ പറ്റുമോ? ഇനി നിന്നെ ഇൻസ്റ്റയിൽ കാണൂടാ? ഇല്ല ചേച്ചി, ഞാൻ ഡിലീറ്റ് ചെയ്തു. സത്യം. സോറി ചേച്ചി, സോറി സോറി ചേട്ടാ. ചേട്ടാ എന്തിനേട്ടാ? ചേച്ചി ഒന്ന് പറ ചേച്ചി. സോറി സോറി.
ഇനി നമ്മളെന്താ പരിപാടി? ഇവിടെ അടുത്ത് എൻ്റെ ആൻറ്റിയുടെ വീടുണ്ട്, അവിടെ നിന്ന് പിള്ളേരെ വിളിക്കാം. ആൻറ്റിയുടെ പിള്ളേരാ? ആൻറ്റിയുടെ അല്ല, എൻ്റെ. നിന്റെ? അയ്യോ സോറി, വിഷമായല്ലോ. നമ്മുടെ പിള്ളേരാ? ഏത് വകയിൽ? ഇപ്പം എന്തെങ്ങനെ പറയുന്നത്? ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ എന്ത്? എൻ്റെ പിള്ളേർ അച്ഛനാവാൻ പറ്റുമെന്ന്. അത് ഈ പിള്ളേരുടെയാണോ? അല്ല അത് പിന്നെ എനിക്ക് വേറെ ഏതാ പിള്ളേർ? അപ്പം ഈ പിള്ളേരുടെ അച്ഛനവിടെ? വിളിക്കുന്നു. ഹലോ. എടി നീ എന്താണ് ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരം വിളിക്കണത് നിന്നാ? നമ്മുടെ മക്കളെവിടെ? അവർ ആൻറ്റിയുടെ വീട്ടിലുണ്ട്. അപ്പൊ നീ എവിടെയാണ്? ഞാനും ആൻറ്റിയുടെ വീട്ടിലുണ്ട്. എടി ഞാൻ അങ്ങോട്ട് വരാം, എന്ത് പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞു തീർക്കാം. ഓക്കെ? மனம் எங்கோ போகுதே வாராமல் தாராமல் மனம் எங்கோ போகுதே ഹലോ ഡാ, ഞാനിപ്പോ വരാം.